Hi everybody, welcome to Nisha Edu Hub. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് റിസർച്ച് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിസർച്ച് ആണ്. യൂണിറ്റ് 2 റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആണ്. സോ എന്താണ് റിസർച്ച് എന്ന് ആദ്യം നോക്കാം. Act of scientific investigation that indicates to search for something new. That means new ideas, new conclusions and new theory. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ പുതിയൊരു കാര്യം, പുതിയൊരു ഇൻഫോർമേഷൻ അല്ലെങ്കിൽ പുതിയൊരു നോളജ് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നം. ഓക്കെ, അങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് റിസർച്ചിനെ ഡിഫൈൻ ചെയ്യാം. ഇതിലെ ലാസ്റ്റ് ഡെഫിനേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ഡെഫിനേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. റെഡ്മാൻ ആൻഡ് മോറി എന്ന് പറയുന്ന എക്സ്പേർട്ടിന്റെ ഡെഫിനേഷൻ ആണ് റിസർച്ച് ഈസ് എ സിസ്റ്റമാറ്റിക് എഫോർട്ട് ടു ഗെയിൻ ന്യൂ നോളജ്. പുതിയൊരു ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഒരു അറിവ് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ചിട്ടയായിട്ടുള്ള ഒരു പ്രയത്നം, സിസ്റ്റമാറ്റിക് എഫോർട്ട് ആണ് റിസർച്ച്, ഗവേഷണം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ആർട്ട് ഓഫ് സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ടു സെർച്ച് ഫോർ സംതിങ് ന്യൂ, അതായത് പുതിയ ഐഡിയാസ്, പുതിയ കൺക്ലൂഷൻസ്, പുതിയ തിയറീസ്, ഇത്തരത്തിൽ പുതിയ പുതിയ കാര്യങ്ങളെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഗവേഷണം, ഒരു റിസർച്ച്, ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്നൊക്കെ പറയാൻ നമുക്ക് എന്ത് റിസർച്ച് എന്ന് പറയുന്നത്. അതൊരു സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ, ആർട്ട് ഓഫ് സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ശാസ്ത്രീയപരമായിട്ടുള്ള ഒരു അന്വേഷണമാണ്, ശാസ്ത്രീയ അന്വേഷണമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമ്മളുടെ പ്രകൃതി, അതായത് നമ്മളുടെ നേച്ചർ അല്ലെങ്കിൽ എൻവയോൺമെന്റ്, അവിടെ സംഭവിക്കുന്ന ഓരോരോ പ്രതിഭാസങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നതിനും അതിൽ നിന്നും നമ്മൾക്ക് ഓരോ ക്വസ്റ്റ്യൻസ് നമ്മളുടെ മൈൻഡിലേക്ക് വരും. ആ ഒരു ചോദ്യങ്ങൾക്കുള്ള ആൻസേഴ്സ് നമ്മൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിനും അല്ലെങ്കിൽ നമ്മളുടെ ഓരോ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും വേണ്ടിയിട്ട് നമ്മൾ നിരീക്ഷണങ്ങളിലൂടെയും, അതായത് നിരീക്ഷണങ്ങൾ, ഒബ്സർവേഷൻസിലൂടെയും എക്സ്പെരിമെന്റ്സിലൂടെയും നമ്മൾ ശേഖരിക്കുന്ന വിവരങ്ങൾ ശേഖരിക്കുന്ന ചിട്ടയായിട്ടുള്ള ഒരു പ്രക്രിയയാണ് എന്ത് സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. അപ്പം അത്തരത്തിൽ വളരെ ചിട്ടയായിട്ടും ക്രമബദ്ധമായിട്ടും ഒക്കെ നമ്മൾ ഫോളോ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ആണ് റിസർച്ചും എന്ന് പറയുന്നത്, ഗവേഷണവും എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ആർട്ട് ഓഫ് സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ എന്ന് നമുക്ക് പറയും. അവിടെ പ്രധാനമായിട്ടും നിരീക്ഷണം വേണം, അതായത് ഒബ്സർവേഷൻ വേണം. ഏതെങ്കിലും ഒരു കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ സൂക്ഷ്മമായിട്ട് അതിനെ ഒബ്സർവ് ചെയ്യണം, നിരീക്ഷിക്കണം. അതുപോലെ നമ്മളുടെ മനസ്സിലേക്ക് ചോദ്യങ്ങൾ വരാം അല്ലെ, ചോദ്യങ്ങൾ ഉണ്ടാകാം. എങ്ങനെ, എന്തുകൊണ്ട് എന്നുള്ള സംശയങ്ങൾ നമ്മളുടെ ഉള്ളിലുണ്ടാകും. നമ്മൾ ഓരോ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ നിരീക്ഷണത്തെ അടിസ്ഥാനമാക്കി, ബേസ്ഡ് ഓൺ അവർ ഒബ്സർവേഷൻസ്, നമ്മളുടെ മൈൻഡിലേക്ക് ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ അത്തരത്തിൽ ചോദ്യങ്ങൾ ഉണ്ടാവണം. ആ ചോദ്യങ്ങളിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹൈപ്പോത്തസിസ്, അനുമാനങ്ങളിലേക്ക് എത്തുന്നത് അല്ലെ. പ്രശ്നത്തിന് ഒരു താൽക്കാലിക ഉത്തരം അല്ലെ, അല്ലെങ്കിൽ ഒരു വിശദീകരണം, എന്തുകൊണ്ടാണ് നമ്മൾ അതിനെ അനുമാനിക്കുക, ഒരു ഹൈപ്പോത്തസിസ് സെറ്റ്. പിന്നീട് ആ അനുമാനങ്ങൾ, ഹൈപ്പോത്തസിസ് വെരിഫൈ ചെയ്യുക, ശരിയാണോ തെറ്റാണോ എന്ന് വേണ്ടിയിട്ടാണ് നമ്മൾ അനുമാനങ്ങളെ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്പെരിമെന്റ്സ് നടത്തുന്നത്. അതിന് ബേസ് ചെയ്താണ് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നത്, ഡേറ്റയെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്, അനലൈസ് ചെയ്യുന്നത്. ഫൈനലി നമ്മൾ ഒരു കൺക്ലൂഷൻസിൽ എത്തും. അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മൾ അനുമാനം ചെയ്ത് ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. ഓക്കെ, ഇത്രയുമാണ് നമ്മളുടെ ഗവേഷണം. അതുകൊണ്ടാണ് സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷനിലും ഈ കാര്യങ്ങളാണ്, ശാസ്ത്രീയപരമായിട്ടുള്ള ഒരു അന്വേഷണം. അതുകൊണ്ടാണ് റിസർച്ച് എന്ന് പറയുന്നത് അൻ ആർട്ട് ഓഫ് സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ എന്ന് ആദ്യം തന്നെ പറയുന്നത്. ക്ലിയർ ആയെന്നാണ് എൻ്റെ വിശ്വാസം. വലിയ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. കാരണം നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഇത്രയും ആലോചിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ പോലും നമ്മൾ എല്ലാവരും പുതിയ പുതിയ കാര്യങ്ങൾ, ഒരു കാര്യം നമ്മളെ മനസ്സിലേക്ക് വരുന്നു, എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു, ചിലപ്പം ഈ കാര്യം കൊണ്ടാവാം അത് സംഭവിക്കുന്നതെന്നുള്ളൊരു ഹൈപ്പോത്തസിസ് നമ്മളുടെ ഉള്ളിലേക്ക് വരും അല്ലേ. എന്നിട്ട് നമ്മൾ പിന്നീട് അത് ആലോചിച്ച് കണ്ടെത്തും, ശരിയാണോ തെറ്റാണോ. ഇതൊക്കെയാണ് റിസർച്ച്. പുതിയൊരു കാര്യത്തിനെ നമ്മൾ നേടിയെടുക്കാൻ, ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടുന്ന ഒരു ചിട്ടയായിട്ടുള്ള ഒരു പ്രയത്നം, ഒരു സിസ്റ്റമാറ്റിക് എഫോർട്ടാണ് റിസർച്ച്, ഗവേഷണം എന്ന് പറയുന്നത്. അതിനെ വളരെ വിശദീകരിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഇറ്റ്സ് ആൻ ആർട്ട് ഓഫ് സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ളത്. ആ സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷനിൽ നമ്മൾ ചെയ്യുന്ന പോലെയുള്ള അതേ സംഭവങ്ങളാണ് നമ്മൾ എന്താ ചെയ്യുന്നത്? നിരീക്ഷണങ്ങൾ ഉണ്ടാവണം. ആ നിരീക്ഷണങ്ങളെ അടിസ്ഥാനമാക്കി ചോദ്യങ്ങൾ ഉണ്ടാവണം. ആ ചോദ്യങ്ങളെ നമ്മൾ താൽക്കാലികമായിട്ട് ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം എന്നുള്ള രീതിയിൽ ഒരു ഹൈപ്പോത്തസിസ്, ഒരു അനുമാനത്തിൽ നമ്മൾ എത്തിച്ചേരുന്നു. ആ അനുമാനം ശരിയാണോ തെറ്റാണോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തുന്നതിന് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഡാറ്റാസ്, വസ്തുതകൾ
എക്സ്പെരിമെന്റുകൾ ചെയ്യുന്നു, ഫൈനലി നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുകയാണ്. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ റിസർച്ച് എന്ന് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ. നല്ല രസമല്ലേ? പുതിയ പുതിയ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ളത് ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് മൈൻഡ്, ഒരു റിസർച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വളരെ ത്രില്ലായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇനി ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക്, ലോജിക്കൽ ആൻഡ് ആൻ അൺബയാസ്ഡ് പ്രോസസ് വെയറിൻ വെരിഫിക്കേഷൻ ഓഫ് ഹൈപ്പോത്തസിസ്, ഡാറ്റ അനാലിസിസ്, ഇന്റർപ്രിറ്റേഷൻ ആൻഡ് ഫോർമേഷൻ ഓഫ് പ്രിൻസിപ്പിൾസ് ക്യാൻ ബി ഡൺ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. സിസ്റ്റമാറ്റിക്, ചിട്ടയായിട്ടുള്ള, ക്രമബദ്ധം ആയിട്ടുള്ള, ലോജിക്കൽ, യുക്തിപരമായിട്ടുള്ള, അൺബയാസ്ഡ് പ്രോസസ്. ആൻഡ് ആൻ അൺബയാസ്ഡ് എന്ന് പറഞ്ഞാൽ പക്ഷപാതരഹിതമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അവിടെ നമ്മൾ അനുമാനങ്ങളെ വെരിഫൈ ചെയ്യാറുണ്ട്, ശരിയാണോ തെറ്റാണോ. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഡാറ്റാസ് കളക്ട് ചെയ്ത് അനലൈസ് ചെയ്യും. പിന്നീട് അതിനെ ഇന്റർപ്രിറ്റേഷൻ, വ്യാഖ്യാനങ്ങൾ ഉണ്ടായിരിക്കും, കാഷ്വൽ എക്സ്പ്ലനേഷൻസ് ഉണ്ടായിരിക്കും. അതുപോലെ ഈ ഒരു അനുമാനങ്ങളെ അല്ലെങ്കിൽ ആ ഡേറ്റാസിനെ, വസ്തുതകളെ ഒക്കെ ഗവേൺ ചെയ്യുന്ന നാച്ചുറൽ ലോസും അത് നമ്മൾ എടുക്കാറുണ്ട് അല്ലെ. ചുമ്മാ നമ്മൾ സപ്പോർട്ട് വസ്തുതകളെ എടുത്തിട്ടുണ്ടെങ്കിലും ആ വസ്തുതകളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള തിയറീസും പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ലോസ് ഒക്കെ നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ NPV എന്ന് പറയുന്ന എക്സ്പേർട്ടിന്റെ ഈ ഡെഫിനേഷൻ എന്താണ്? റിസർച്ച് ഈസ് എ സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് ഡിസ്കവറിങ് ന്യൂ ഫാക്ട്സ് ഓർ വെരിഫൈയിങ് ഓൾഡ്. ഓക്കെ സോറി, അതിപ്പോ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഇനി അടുത്ത ക്ലിഫോർഡ് വുഡിയുടെ ഡെഫിനേഷൻ ആണ്. റിസർച്ച് കംപ്രൈസസ് ഡിഫൈനിങ് ആൻഡ് റീഡിഫൈനിങ് ദ പ്രോബ്ലംസ്, ഫോർമുലേറ്റിംഗ് എ ഹൈപ്പോത്തസിസ് ഓർ സജസ്റ്റിംഗ് സൊല്യൂഷൻസ്, collecting, organizing and evaluating data, making deductions and reaching conclusions, and at last carefully testing the conclusions to determine whether they fit the hypothesis. ഇത്രേ ഉള്ളൂ. റിസർച്ചിനകത്ത് നമ്മൾ പ്രോബ്ലംസ്, അതായത് നമ്മളുടെ ചോദ്യങ്ങളെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു, വീണ്ടും റീഡിഫൈനിങ് ചെയ്യുന്നു. അതനുസരിച്ചിട്ട് നമ്മൾ ഒരു അനുമാനം, ഒരു ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ സൊല്യൂഷൻസ് സജസ്റ്റ് ചെയ്യുന്നു. പിന്നീട് നമ്മൾ ഡാറ്റാസ് കളക്ട് ചെയ്യുകയാണ്, ഓർഗനൈസ് ചെയ്യും, ഡാറ്റാസിനെ ഇവാലുവേറ്റ് ചെയ്യും, ഡാറ്റ അനലൈസ് ചെയ്യും. അതിൽ നിന്ന് നമ്മൾ ഓരോ ഡിഡക്ഷൻസ്, അതായത് കൺക്ലൂഷൻസിലേക്ക് എത്തിച്ചേരും. ഫൈനലി നമ്മളുടെ കൺക്ലൂഷൻസ് എടുത്ത് നോക്കും. നമ്മൾ ഓൾറെഡി ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അനുമാനങ്ങളുമായിട്ട് എന്തെങ്കിലും മാച്ച് ഉണ്ടോ, ശരിയാണോ തെറ്റാണോ വെരിഫൈ ചെയ്ത് നമ്മൾ നോക്കും. പിന്നെ നമ്മൾ റെഡ്മാൻ ആൻഡ് മൂറിയുടെ ഡെഫിനിഷൻ പറഞ്ഞു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ ആണ്, തുടക്കത്തിലേ പറഞ്ഞു. സിസ്റ്റമാറ്റിക് എഫോർട്ട് ടു ഗെയിൻ ന്യൂ നോളജ്, പുതിയൊരു അറിവ് നേടിയെടുക്കാനുള്ള ചിട്ടയായിട്ടുള്ള ഒരു പ്രയത്നമാണ് നമ്മളുടെ റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നമ്മളുടെ റിസർച്ചിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഫസ്റ്റ് വൺ, വെറുതെ നമ്മൾ അങ്ങനെ റിസർച്ച് ചെയ്ത് ഒരു ഗവേഷണം നടത്തി നമ്മൾ ചുമ്മാ വെറുതെ ഒരു ചെയ്യരുത്. അതിൽ ചില കാര്യങ്ങളുണ്ട്. ആ റിസർച്ച് ഗവേഷണത്തിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടോ എന്നുള്ളത് നമ്മൾക്ക് വേണം അല്ലേ, നോക്കണം. ഇപ്പൊ റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വാസ്യത, വിശ്വസനീയത ആയിട്ടുള്ള വിശ്വാസയോഗ്യതമാണോ എന്നുള്ളത് നമ്മൾ നോക്കണം. ഇപ്പം ആ ഒരു റിസർച്ചിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന ഡാറ്റാസ് അല്ലെങ്കിൽ രീതികൾ എത്രത്തോളം വിശ്വാസയോഗ്യതമുള്ളതാണ്, അല്ലെങ്കിൽ അതേ ഡാറ്റാസും രീതികളും ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ വീണ്ടും അതേ പരീക്ഷണം തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള റിസൾട്ട്, അതായത് സ്ഥിരതയുള്ളതായിട്ടുള്ള ഒരു റിസൾട്ട് ആണ് നമ്മൾക്ക് വീണ്ടും കിട്ടുന്നതെങ്കിൽ, ഒരേ റിസൾട്ടുകളാണ്, ഒരേ പരീക്ഷണം നടത്തി വീണ്ടും ഒരേ പരീക്ഷണം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പലതവണ ഇങ്ങനെ ആവർത്തിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരേ റിസൾട്ട് തന്നെയാണ് ലഭിക്കുന്നതെങ്കിൽ നമ്മൾക്ക് പറയാം ആ റിസർച്ച് എന്ന് പറയുന്നത് റിലയബിൾ ആണ്. കൺസിസ്റ്റന്റ് ആയിട്ടുള്ള റിസൾട്ടുകളാണ് കിട്ടുന്നതെങ്കിൽ ആ റിസർച്ച് എന്ന് പറയുന്നത് റിലയബിൾ ആണ്. അങ്ങനെ റിലയബിൾ ആവണമെങ്കിൽ എന്താണ്? നമ്മൾ ആ റിസർച്ചിനകത്ത് യൂസ് ചെയ്യുന്ന ഡാറ്റാസ്, അതിൽ ഫോളോ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ പ്രോസസ്സുകൾ എത്രത്തോളം സ്ഥിരതയുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. അതിൽ ഉപയോഗിക്കുന്ന പ്രോസസ്, ഡേറ്റാസ്, ഇതൊക്കെ കൃത്യമായിട്ട്, അതായത് റിലയബിൾ ആണെങ്കിൽ അതേ എക്സ്പെരിമെന്റ് തന്നെ വീണ്ടും നമ്മൾ ആവർത്തിക്കുമ്പോൾ കിട്ടുന്ന റിസൾട്ടുകൾ കൺസിസ്റ്റന്റ് ആയിരിക്കും, സ്ഥിരതയുള്ളതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ റിസർച്ച് റിലയബിൾ ആണ്. ചുരുക്കി പറഞ്ഞാൽ റിസർച്ചിൽ ഉപയോഗിക്കുന്ന ഡാറ്റാസും മറ്റു ഫാക്ടേഴ്സും ഒക്കെ വിശ്വാസയോഗ്യത വിശ്വാസ്യത ഉള്ളതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ റിസർച്ച് വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ റിസൾട്ട് എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് ആണ്. ഒരിക്കലും റിസൾട്ടിന് മാറ്റങ്ങളൊന്നുമില്ല. അപ്പൊ റിലയബിലിറ്റിയോടൊപ്പം തന്നെ വായിച്ചെടുക്കേണ്ട മറ്റൊരു ഫാക്ടറും കൂടിയാണ് കൺസിസ്റ്റന്റ് റിസൾട്ട്. ഓക്കെ, രണ്ടാമത്തത് വാലിഡിറ്റി ആണ്. അതായത് ഗവേഷണത്തിലെ സാധുത, വാലിഡിറ്റി, റിസർച്ച് എത്രത്തോളം സാധുത ഉള്ളതാണ് എന്നുള്ളത് ആണ് സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ. അതായത്
ചുരുക്കി പറഞ്ഞാൽ റിസർച്ച് എത്രത്തോളം കൃത്യവും സത്യസന്ധവുമാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു ഫാക്ടറാണ്, ഒരു ക്യാരക്ടറാണ് വാലിഡിറ്റി അല്ലെങ്കിൽ സാധുത എന്ന് പറയുന്നത്. ഇപ്പം റിസർച്ചിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂള്, ഓക്കെ, അല്ലെങ്കിൽ ഒരു ഇപ്പൊ ടൂൾ എക്സാമ്പിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യനെയേഴ്സ് നമുക്ക് പറയാം. അപ്പം ആ ഒരു ടൂള് അല്ലെങ്കിൽ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു രീതി, ഓക്കെ, എത്രത്തോളം കൃത്യമായിട്ട് ആ ഫാക്ടേഴ്സ്, ഇപ്പൊ ക്വസ്റ്റ്യനെയർ വെച്ചിട്ട് എത്രത്തോളം അതിലുള്ള ഡാറ്റാസ് നമ്മൾ കൃത്യമായി അളക്കുന്നു അല്ലെങ്കിൽ കൃത്യമായി നമ്മൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. അതാണ് നമ്മൾ ആ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ റിസർച്ചിനകത്തുള്ള കൃത്യതയും സത്യസന്ധവുമാണ് ഈ പറയുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ പല രീതിയിലുള്ള സാധുതകളുണ്ട് ഗവേഷണത്തിൽ. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ കണ്ടന്റ് വാലിഡിറ്റി ഉണ്ട്. കണ്ടന്റ് വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഗവേഷണത്തിൽ ഇപ്പൊ റിസർച്ചിനകത്ത് ഇപ്പൊ ഉപയോഗിക്കുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ രീതികൾ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ക്വസ്റ്റ്യനെയറിന്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പം ആ ഒരു ചോദ്യങ്ങളോ രീതികളോ ഒക്കെ ഈ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടോപ്പിക്കിന്റെ എല്ലാ വശങ്ങളെയും ഉൾക്കൊള്ളുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തി. ഇപ്പൊ ക്വസ്റ്റ്യനെയർ നമ്മൾ എടുത്തു വെച്ച് കൊടുത്താൽ നമ്മളുടെ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഫാക്ടേഴ്സിനും, അതായത് എല്ലാ വശങ്ങളെയും ആ ഒരു ക്വസ്റ്റ്യനെയറിനകത്ത് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു കണ്ടന്റ് വാലിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ ഉള്ളടക്കത്തിലുള്ള സാധുത എന്ന് നമുക്ക് പറയാം. ഉള്ളടക്ക സാധ്യത അല്ലെങ്കിൽ സാധുത എന്ന് നമുക്ക് പറയാം. അതുപോലെ പലതും ഉണ്ട്. ഇപ്പം കൺസ്ട്രക്ട് വാലിഡിറ്റി ഉണ്ട്, ഫേസ് വാലിഡിറ്റി, ക്രൈറ്റീരിയോൺ വാലിഡിറ്റീസ് ഒക്കെ ഉണ്ട്. ക്രൈറ്റീരിയോൺ വാലിഡിറ്റീസ് അതുപോലെ ഈ വാലിഡിറ്റി തന്നെ നമ്മൾ ഒരു ക്ലാസിഫിക്കേഷൻ തന്നെ ഉണ്ട്. അപ്പൊ ഇപ്പൊ ഇതെല്ലാം കൂടെ പറഞ്ഞാൽ നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആവും. അത് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ റിസർച്ചിന്റെ സാധുതയാണ്. എത്രത്തോളം കൃത്യമായിട്ടും സത്യസന്ധവുമായിട്ട് വ്യക്തമാക്കുന്ന ഒരു അളവുകോലാണ് റിസർച്ച് വാലിഡിറ്റി എന്ന് പറയുന്ന സാധുത എന്ന് പറയുന്നത്. അതിലൊരു എക്സാമ്പിൾ ഞാനിപ്പോ പറഞ്ഞില്ലേ, കണ്ടന്റ് വാലിഡിറ്റി. ഇപ്പൊ ഒരു ക്വസ്റ്റ്യനെയർ നമ്മൾ തയ്യാറാക്കി വെച്ചു. ആ ക്വസ്റ്റ്യനെയറിനകത്ത് നമ്മൾ ചെയ്യുന്ന ടോപ്പിക് അല്ലെങ്കിൽ റിസർച്ചിന്റെ ആ ഒരു വിഷയത്തിന്റെ എല്ലാ വശങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണോ എന്നുള്ളത് ഒരു സാധുതയാണ്, ഒരു വാലിഡിറ്റിയാണ്. അതാണ് ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ. അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് വാലിഡിറ്റി. അത് നമ്മൾ വേറൊരു വീഡിയോയിൽ ചെയ്യാം. ഇനി ആക്യുറസി. ആക്യുറസി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. എത്രത്തോളം കൃത്യത, ആക്യുറേറ്റ് ആണ് നമ്മളുടെ എക്സ്പെക്റ്റഡ് റിസൾട്ട്, അതായത് നമ്മൾ റിസർച്ച് ചെയ്തെടുത്തിട്ടുള്ള എക്സ്പെരിമെന്റൽ റിസൾട്ടുകൾ ഓൾറെഡി ആക്ച്വൽ വാല്യൂ അല്ലെങ്കിൽ ട്രൂ വാല്യൂ ആയിട്ട് എത്ര അലൈൻ ചെയ്യുന്നു, അതായത് എത്രത്തോളം അടുത്ത് വരുന്നുണ്ട്, എത്രത്തോളം കൃത്യതയുണ്ട്, എത്രത്തോളം മാച്ച് ചെയ്യുന്നു എന്നൊക്കെ ഉള്ള ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ഫാക്ടർ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറാണ് ആക്യുറസി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ആക്യുറസി നോക്കി കഴിയുമ്പോൾ നമുക്ക് ആ ഒരു പഠനത്തിന്റെ ഓവറോൾ വാലിഡിറ്റി, മൊത്തത്തിലുള്ള ഒരു സാധുത, വാലിഡിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ പറ്റും. ആക്യുറസി കൃത്യതയാണ്, ആ ഒരു കറക്റ്റ്നെസ് ആണ്. നമ്മളുടെ ട്രൂ വാല്യൂവും എക്സ്പെരിമെന്റൽ വാല്യൂസും തമ്മിൽ എത്ര അടുത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് ആക്യുറസിയിൽ പറയുന്നത്. പിന്നെ ക്രെഡിബിലിറ്റി ആണ്. ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതും ഈ പറയുന്ന പോലെ തന്നെ വിശ്വാസ്യതയാണ്. റിലയബിലിറ്റി പോലെ തന്നെയാണ് ക്രെഡിബിലിറ്റിയും. എത്രത്തോളം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു റിസർച്ചിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഡേറ്റാസും ഫൈൻഡിങ്സും കൺക്ലൂഷൻസും ഒക്കെ വിശ്വാസയോഗ്യതമാണ്, ബിലീവബിൾ ആണ്, ആക്യുറേറ്റ് ആണ്, ട്രസ്റ്റ് വർത്തി ആണ് എന്നൊക്കെ പറയുന്ന മറ്റൊരു ഫാക്ടറാണ് ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ അടുത്ത എന്താണ്? ജനറലൈസബിലിറ്റി അല്ലെ, അതായത് ജനറലൈസേഷൻ, സാമാന്യവൽക്കരണം എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. ഇപ്പൊ ഒരു ചെറിയൊരു സാമ്പിളിൽ നിന്നായിരിക്കുമല്ലോ നമ്മൾ ഡാറ്റാസ് എടുക്കുന്നത്. അതിൽ നിന്നും കണ്ടെത്തുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ നിരീക്ഷണങ്ങളെ വിശാലമായിട്ടുള്ള ഒരു പോപ്പുലേഷനിലേക്ക് എക്സ്പാൻഡ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് ജനറലൈസബിലിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ കഴിയണം. ഇപ്പൊ ചെറിയൊരു സാമ്പിൾ നമ്മൾ ഡാറ്റാസ് ഫൈൻഡിങ്സ് റിസർച്ചിന് വേണ്ടി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും എടുക്കുന്ന ഒരു സംഭവം, അതിൽ നിന്നും നമ്മൾക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ നിരീക്ഷണങ്ങളെ ഒരു എൻറ്റയർ പോപ്പുലേഷനിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമോ, അത് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് കഴിയുമോ, കഴിയത്തില്ലയോ? പക്ഷെ കഴിയണം, ജനറലൈസബിൾ ആയിരിക്കണം. ജനറലൈസബിലിറ്റി അതാണ് പറയുന്നത്, സാമാന്യവൽക്കരിക്കാൻ കഴിയുന്ന രീതിയിലാവണം ഒരു റിസർച്ച് എന്ന് പറയുന്നത്. ഒരു സാമ്പിൾ പോപ്പുലേഷൻ മാത്രമാണ്, ഒരു സാമ്പിൾ ഇതാണ് എടുക്കുന്നതെങ്കിലും ആ ഒരു ഹോൾ പോപ്പുലേഷനിലേക്ക് ഈ ഒരു കിട്ടുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ നിരീക്ഷണങ്ങളെ ആ ഒരു പോപ്പുലേഷനിലേക്ക് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് കഴിയണം. അതായത് സാമാന്യവൽക്കരിക്കാനായിട്ട്
കഴിയണം. അതാണ് എന്തെന്ന് പറയുന്നത്, ജനറലൈസബിലിറ്റി. ഇനി അടുത്ത എന്താണ്, ഇംപെരിക്കൽ റിസർച്ച് ആണ്. ഇംപെരിക്കൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ റിയൽ ലൈഫ് എക്സ്പെരിമെന്റ്സ്, ബേസ്ഡ് ഓൺ റിയൽ ലൈഫ് എക്സ്പെരിമെന്റ്സ് എന്ന് പറയാം. അതായത് അനുഭവപരമായ ഗവേഷണം എന്നാണ് മലയാളത്തിൽ പറഞ്ഞാൽ. അതായത് ഇപ്പം കേവലം ഇപ്പൊ നമ്മൾ കുറെ ഫാക്ട്സോ അല്ലെങ്കിൽ അതായത് കേവലം ഈ ഫാക്ട്സുകളും തിയറീസുകളെ മാത്രം ആശ്രയിക്കാതെ നമ്മളുടെ റിയൽ ലൈഫിൽ നിന്നുമുള്ള നേരിട്ടുള്ള ഒബ്സർവേഷൻസ് ആണ്. അതായത് ബേസ്ഡ് ഓൺ റിയൽ ലൈഫ് എക്സ്പെരിമെന്റ്സ് ആണ്. അതാണ് മലയാളത്തിൽ നമ്മൾ അനുഭവപരമായിട്ടുള്ള ഒരു ഗവേഷണമായിരിക്കണം. ഇപ്പൊ എപ്പോഴും കുറെ ഫാക്ട്സുകളും അസംഷൻ അല്ലെങ്കിൽ തിയറീസിനെ മാത്രം കേവലം അത്തരത്തിലുള്ള സിദ്ധാന്തങ്ങളെ തന്നെ ആശ്രയിക്കാതെ യഥാർത്ഥ ജീവിതത്തിലെ നേരിട്ടുള്ള ഒബ്സർവേഷൻസ്, അതായത് ചുരുക്കി പറഞ്ഞാൽ ബേസ്ഡ് ഓൺ റിയൽ ലൈഫ് എക്സ്പെരിമെന്റ്സ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി ഒബ്ജക്ടിവിറ്റി. ഒബ്ജക്ടിവിറ്റി ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ? ആ ഷോർട്സ് കേൾക്കാത്തവർ ഒന്ന് കേൾക്കണം. അതായത് ഒബ്ജക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, വസ്തുനിഷ്ഠത. അതായത് ഓൾറെഡി പറഞ്ഞാണ്, ഇപ്പൊ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള വികാരങ്ങളോ മുൻവിധികളോ മറ്റ് ഒപ്പീനിയൻസ്, അഭിപ്രായങ്ങളെ ഒന്നും തന്നെ സ്വാധീനിക്കാതെ, നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളെ ഒന്നും തന്നെ റിസർച്ചിൽ സ്വാധീനിക്കാതെ നമ്മൾക്ക് കിട്ടുന്ന ഡാറ്റാസ്, തെളിവുകളുടെയും എവിഡൻസസ് അല്ലെങ്കിൽ വസ്തുതകൾ, ഫാക്ട്സിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ മാത്രം കാര്യങ്ങളെ വിലയിരുത്തി പോവുക. അതാണ് ഒബ്ജക്ടിവിറ്റി എന്ന് പറഞ്ഞത്. അതായത് നമ്മൾക്ക് നിഷ്പക്ഷതയായിരിക്കണം. മീൻസ് റിസർച്ച് ചെയ്യുന്ന വ്യക്തികളുടെ താല്പര്യങ്ങൾ, വിശ്വാസങ്ങൾ, പഠന ഫലങ്ങളെ ഒന്നും തന്നെ റിസർച്ചിൽ സ്വാധീനം വരുത്തരുത്. കിട്ടുന്ന ഒരു ഡാറ്റ ഒരു ഫാക്ട് ബേസ്ഡ് ആയിരിക്കണം. മനസ്സിലായോ? വ്യക്തിപരമായിട്ടുള്ള വീക്ഷണങ്ങൾക്ക്, അതായത് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകരുത്. അതായത് ഒരിക്കലും റിസർച്ച് എന്ന് പറയുന്നത് സബ്ജക്റ്റിവിറ്റി അല്ല, ഒബ്ജക്റ്റിവിറ്റി ആണ്. കാരണം എന്ന് പറഞ്ഞാൽ വസ്തുനിഷ്ഠതയാണ്. ഒരാളുടെയും ഒരു റിസർച്ച് ചെയ്യുന്ന വ്യക്തിയെ അപേക്ഷിച്ചിട്ട് ആ ഒരു വ്യക്തിയുടെ അഭിപ്രായങ്ങളോ മുൻവിധികളോ വികാരങ്ങളോ ഒന്നും തന്നെ റിസർച്ചിനെ സ്വാധീനിക്കരുത്. നമ്മൾക്ക് കിട്ടുന്ന ബേസിക് ആയിട്ട് നമ്മളുടെ ഫാക്ട്സ് അല്ലെങ്കിൽ എവിഡൻസസ്, ഡേറ്റാസിനെ ബേസ് ചെയ്ത് മാത്രം കാര്യങ്ങളെ വിലയിരുത്തുക. അതാണ് ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ് ഉള്ളത്, സിസ്റ്റമാറ്റിക് ആൻഡ് ലോജിക്കൽ. അത് ഓൾറെഡി നമ്മളിപ്പോൾ പറഞ്ഞു. വളരെ ക്രമബദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ചിട്ടയായിട്ടുള്ള യുക്തിപരമായിട്ടുള്ള രീതിയിലുള്ളതാണ് റിസർച്ച് എന്ന് പറയുന്നത്. പിന്നെ കൺട്രോൾഡ് ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് സിസ്റ്റമാറ്റിക് ആൻഡ് ലോജിക്കൽ മനസ്സിലായല്ലോ, ക്രമബദ്ധമായിട്ടുള്ള കൃത്യമായിട്ടുള്ള യുക്തിസഹമായിട്ടുള്ള രീതിയിലുള്ള പ്രോസസ്സാണ്. അതുപോലെ ഓൾറെഡി നമ്മൾ സിസ്റ്റമാറ്റിക് എന്ന് പറയുമ്പോൾ എന്താണ്, നേരത്തെ അത് ഏതൊക്കെ രീതിയിൽ കൂടി ഏതൊക്കെ ഘട്ടങ്ങളിൽ കൂടി അല്ലെങ്കിൽ നിയമങ്ങളിൽ കൂടെ ഒക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത് ഓൾറെഡി നമ്മൾ ചിട്ടയായിട്ട് ക്രമീകരിച്ചിട്ടുണ്ടായിരിക്കും. ആ ഒരു രീതിയിൽ തന്നെ ചെയ്യേണ്ട ഒരു യുക്തിപരമായിട്ടുള്ള ഒരു പ്രോസസ്സാണ് റിസർച്ച് എന്ന് പറയുന്നത്. പിന്നെ കൺട്രോൾഡ് ഫാക്ടേഴ്സ് ഉണ്ട്. കൺട്രോൾഡ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ചില ഫാക്ടറുകളുണ്ട് ഈ റിസർച്ചിനകത്ത്, ചില ഘടകങ്ങളുണ്ട്, ചില ഫാക്ടേഴ്സ് ഉണ്ട്. അതൊരിക്കലും റിസർച്ചിന്റെ റിസൾട്ടിനെ ബാധിക്കത്തില്ല. റിസർച്ച് റിസൾട്ടിനെ ബാധിക്കാതെ ആ റിസൾട്ട് ഒരേപോലെ നിലനിർത്തുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് അതിന്റെ പേര് കൺട്രോൾഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരിക്കലും റിസർച്ച് റിസൾട്ടിനെ ബാധിക്കില്ല. ആ റിസൾട്ട് ഒരുപോലെ തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് കൺട്രോൾഡ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഈ കൺട്രോൾഡ് വേരിയബിൾസ്, ഡിപ്പെൻഡന്റ് വേരിയബിൾസ്, ഇൻഡിപെൻഡന്റ് എന്നൊക്കെ പറഞ്ഞ വേറൊരു ടോപ്പിക് ഉണ്ട്. അത് നമുക്ക് വേറെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ഇത്ര ഓർത്ത് വെക്കുക. റിസർച്ച് റിസൾട്ടിനെ അധികം ഒന്നും ബാധിക്കാത്ത, അതായത് റിസർച്ച് റിസൾട്ടിനെ ബാധിക്കില്ല, ഒരേപോലെയാണ് റിസൾട്ട് നിലനിന്ന് പോകുന്നത്. അത്തരത്തിലുള്ള ചില ഘടകങ്ങളുണ്ട്. ആ ഫാക്ടേഴ്സ് ആണ് ഈ കൺട്രോൾഡ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അത് പിന്നീടുള്ളത് സൈക്ലിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്, തുടർച്ചയായി ആവർത്തിക്കുക. സൈക്ലിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സൈക്കിൾ പോലെ ഇങ്ങനെ കറങ്ങുക, ഒരു തുടർച്ചയായി ആവർത്തിക്കുന്ന, അല്ലെ? റിസർച്ചിന്റെ ഒരൊറ്റ ഘട്ടത്തിൽ അവസാനിക്കത്തില്ല, അല്ലെ? ഒരേ ടോപ്പിക്ക് തന്നെ വീണ്ടും വീണ്ടും എടുത്ത ആളുകൾ അതിന്റെ തുടർച്ചയായി ചെയ്തു പോവാറുണ്ട്. അപ്പൊ റിസർച്ച് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഘട്ടത്തിൽ അവസാനിക്കുന്ന ഒരു ടോപ്പിക് അല്ല. അതിനകത്ത് റിഫൈൻമെന്റുകൾ ഉണ്ടാകും, വീണ്ടും വീണ്ടും അതിനകത്ത് പരിഷ്കരണങ്ങൾ വരും. അപ്പൊ ഒരിടത്ത് സ്റ്റോപ്പ് ചെയ്തെടുത്ത് നിന്ന് വീണ്ടും ആ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തെടുത്ത് നിന്ന് വീണ്ടും വീണ്ടും അതിനെ വീണ്ടും റിസർച്ച് ചെയ്യാറുണ്ട്. അപ്പൊ വീണ്ടും അതിനകത്ത് പരിഷ്കരണങ്ങൾ വരും. ഒരിക്കലും ഒരൊറ്റ ഇതിൽ സ്റ്റോപ്പ് ആവുന്നതല്ല, ഒരു ഘട്ടത്തിൽ നിൽക്കുന്നതുമല്ല. അതുകൊണ്ടാണ് റിസർച്ച് എന്ന് പറയുന്നത് സൈക്ലിക്കൽ ഇൻ നേച്ചർ എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ റെപ്ലിക്കബിൾ ആണ്. റെപ്ലിക്കബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ആവർത്തനം.
വീണ്ടും തുല്യമായിട്ടുള്ള റിസൾട്ട്. നമ്മൾ റിലയബിലിറ്റി പഠിച്ചപ്പോൾ നമ്മൾ കൺസിസ്റ്റൻസിയുടെ ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഒരേ പരീക്ഷണം തന്നെ വീണ്ടും വീണ്ടും നമുക്ക് ആവർത്തിക്കുമ്പോൾ കിട്ടുന്ന റിസൾട്ടുകൾക്കൊന്നും മാറ്റമില്ല. അതായത് കൺസിസ്റ്റന്റ് ആണ്, വിശ്വാസയോഗ്യത ഉള്ളത് കൊണ്ടാണ്, എടുത്തിരിക്കുന്ന ഡാറ്റാസും മറ്റ് പ്രൊസീജിയേഴ്സും ഒക്കെ റിലയബിൾ ആയതുകൊണ്ടാണ് അത്തരത്തിൽ കൺസിസ്റ്റന്റ് റിസൾട്ട് വരുന്നത് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിരുന്നു. അപ്പൊ അതുപോലെയാണ് റെപ്ലിക്കബിൾ. റെപ്ലിക്കബിൾ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റിംഗ്, അതായത് വീണ്ടും ആ എക്സ്പെരിമെന്റുകൾ ചെയ്യുമ്പോൾ അതേ റിസൾട്ടുകൾ തന്നെ വീണ്ടും ലഭിക്കുന്നുണ്ടെങ്കിൽ ആ ഗവേഷണം, ആ ഒരു റിസർച്ച് എന്ന് പറയുന്നത് റെപ്ലിക്കബിൾ ആണ്. അതായത് അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന സെയിം മെത്തേഡ്സും സെയിം ഡാറ്റാസും ഒക്കെ തന്നെയാണ്. അതേ വെച്ചിട്ട് വീണ്ടും നമ്മൾ ചെയ്യുമ്പോൾ അതേ റിസൾട്ട് ആണ് കിട്ടുന്നതെങ്കിൽ റിസർച്ച് റെപ്ലിക്കബിൾ ആണെന്ന് നമുക്ക് പറയാം. ആവർത്തനം അല്ലേ? സോ ഇത്രയുമാണ് നമ്മളുടെ റിസർച്ചിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്: റിലയബിലിറ്റി, വാലിഡിറ്റി, ആക്യുറസി, credibility, generalizability, empirical research, objectivity, systematic and logical, controlled factors, cyclical and replicable. So പഠിക്കുക, ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.